വയനാട് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹവുമായി നാട്ടുകാരുടെ വൻ പ്രതിഷേധം. നഗരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. വനമന്ത്രി സ്ഥലത്തെത്താതെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് നൂറുകണക്കിന് ആളുകൾ. സ്ഥലത്തെത്തിയ SP-യെയും മറ്റു പോലീസുകാരെയും വളഞ്ഞാണ് ജനങ്ങളുടെ പ്രതിഷേധം. SP-ക്ക് നേരെ ഗോബായ്ക്ക് വിളികളോടെയാണ് ജനങ്ങൾ രോഷം പ്രകടിപ്പിക്കുന്നത്. കളക്ടർ മാനന്തവാടിയിലേക്ക് പുറപ്പെട്ടു. നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. വനംവകുപ്പ് ഒരു വിവരങ്ങളും ജനങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ് പ്രധാന വിമർശനം. ഇവരെന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റുള്ളവർ ഒന്ന് പറയണ്ടേ? കുടുംബം നടക്കുവാണ്. ഒരു വീട്ടിൽ മനുഷ്യർ പറഞ്ഞാൽ ഈ പകലല്ലേ വീണ്ടും ഇന്നലെ രാത്രി മുതൽ ആന പ്രദേശത്തുണ്ടായിരുന്നുവെന്നും വിവരമറിയിച്ചിട്ടും ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് കൌൺസിലർ TG ജോൺസൺ പറയുന്നു. കർണാടക വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട മോഴയാനയാണ് നാട്ടിലിറങ്ങി കൊല നടത്തിയത്. നിലവിൽ ചാലികതയിലെ കുന്നിലാണ് ആനയുള്ളത്. മലയാളം ടെലിവിഷൻ, വയനാട്. 33ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ. ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും 2500 രൂപ അധികം ഡിസ്കൗണ്ട്. സഫ ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നേടാം ഗ്രാമിന് മാർക്കറ്റ് വിലയേക്കാൾ 33 രൂപ അധികം. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യം. ഓരോ 10,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡിംഗ് ഫെസ്റ്റ്. ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ. ഈ ഓഫർ ജനുവരി 17 മുതൽ ഫെബ്രുവരി 10 വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും. സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സഫ ജ്വല്ലറി.